അപ്പോൾ ഗൈസ് 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലം ഞാനിപ്പോൾ ഏകദേശം 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയും കാണിക്കുന്നത് 10 മിനിറ്റ്. അപ്പോൾ ദുബായിൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാപ്പ് നോക്കിയിട്ട് കറക്റ്റ് ഓടിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ദുബായിൽ ജസ്റ്റ് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു ഏരിയയാണ്. പക്ഷെ ആ ചെറിയൊരു ഏരിയയിൽ ഒരുപാട് ഫ്ലൈ ഓവർ, അതൊക്കെ അവരുടെ ഒരു ഡെവലപ്മെൻറ്റാണ്. മീൻസ് അത്രയും ഫ്ലൈ ഓവേഴ്സ്, അതുപോലെ തന്നെ ഒരുപാട് റോഡുകളുണ്ട്. ചെറിയൊരു മിസ്റ്റേക്ക് മതി നമ്മൾ വഴി തെറ്റിപ്പോവും. പിന്നെ അത് ക്യാച്ച് ചെയ്ത് വരണമെങ്കിൽ നമ്മളൊരു ഏകദേശം ഒരു 10 മിനിറ്റ് മിനിമം ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ പിന്നെ റൗണ്ട് ചുറ്റി വരണം നമ്മൾ. അപ്പോൾ ദുബായ് നമ്മളെ പഠിപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനവും വളരെ സൂക്ഷിച്ചും ആലോചിച്ചും മുൻകൂട്ടി കണ്ടുകൊണ്ടും നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലെ അവസ്ഥ മനസ്സിലായോ? എന്താ വെച്ചാൽ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ദുബായ്. നമ്മൾ ലൈഫിലൊരു തീരുമാനം എടുക്കുമ്പോൾ അത് ആലോചിച്ച് വേണം തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സ്മാർട്ടായിട്ട് മൂവ് ചെയ്യുക. ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഓടിച്ച് നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മുന്നേ കൂട്ടി മാപ്പൊക്കെ നോക്കി ഏകദേശം ഒരു ഐഡിയ വരുത്തുക എങ്ങനെ പോകേണ്ടതെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോണൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഞാനിതിപ്പോൾ ഒരു സൈഡിൽ ഒന്ന് പാർക്ക് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സെൻറ്റർ മിറർ, ലെഫ്റ്റ് റൈറ്റ് മിറർ, ഹെഡ് ചെക്ക്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. നമ്മൾ ലൈസൻസ് കിട്ടിയെന്ന് വിചാരിച്ച് നമ്മൾ അതൊന്നും ഒഴിവാക്കാൻ പാടില്ല. പഠിപ്പിക്കുന്ന ടൈമിൽ അത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും നമുക്ക്. അതൊക്കെ പക്കയായിട്ട് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് ദുബായിൽ വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട്. ദുബായ് ആണ് കുറച്ചുകൂടി ടഫ്. അതുകൊണ്ട് ഞാൻ ദുബായിൽ നിന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞുള്ളൂ. ഏത് എമിറേറ്റ്സ് ആണെങ്കിലും ടഫ് തന്നെയാണ്. പക്ഷെ ദുബായ് എന്ന് പറയുമ്പോൾ ഷെയ്ഖ് സൈദ് റോഡിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനായി പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.